നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS ആയിക്കോട്ടെ, VFA ആയിക്കോട്ടെ, ബെവ്കോ LD ആയിക്കോട്ടെ, ഈ പരീക്ഷകൾക്ക് 10th ലെവൽ പ്രിലിംസ് പരീക്ഷയുണ്ടോ എന്ന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പറയുന്ന പരീക്ഷകൾക്ക് പ്രിലിംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ ആണ് രണ്ടാമത്തേത്. ഇത് 8 ലക്ഷത്തിലധികം ആളുകൾ അപേക്ഷിക്കുന്ന പരീക്ഷയാണ്. അപ്പൊ വരാനിരിക്കുന്ന 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് അത് കണ്ടെത്തി ആദ്യം പഠിച്ചു തീർക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ആദ്യം പഠിച്ചു തീർക്കാൻ, ആദ്യം ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കാൻ, ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ആ പ്രധാനപ്പെട്ട 50 ടോപ്പിക്കുകളാണ് ഞാൻ പറയുന്നത്. GKയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർക്ക് സ്കോറിംഗ്, റാങ്ക് മേക്കിംഗ് ടോപ്പിക്കുകൾ, ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത 50 ടോപ്പിക്കുകൾ. ഇത് കഴിഞ്ഞ 10th ലെവൽ പ്രിലിംസ് പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചുണ്ടാക്കിയ ഒരു ടോപ്പിക് ലിസ്റ്റ് ആണ്. കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആ 50 ടോപ്പിക്കുകൾ വ്യക്തമായി കൃത്യമായി നിങ്ങളിലേക്ക് തരാൻ പോകുന്നു. മക്കളെ, 50 ടോപ്പിക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, അത് കറണ്ട് അഫെയറിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ ഭാഗമാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട നിയമനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്. ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് അറിയാം, കേരള ബാങ്കിന്റെ നിലവിലത്തെ പ്രസിഡന്റ് ആരാണ്, നീതി ആയോഗിന്റെ നിലവിലത്തെ അധ്യക്ഷൻ ആരാണ്, അല്ലെങ്കിൽ നിലവിലത്തെ CEO ആരാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിരന്തരമായിട്ട് പരീക്ഷകൾക്ക് വരുന്നതാണ്. അത് 10th ലെവൽ പരീക്ഷകൾക്ക് കോമൺ ആണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട നിയമനങ്ങൾ പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അത് ഒരുപാട് നിയമനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനങ്ങൾ നിങ്ങൾ നിശ്ചയമായി നോക്കി വെക്കുക. RBIയുടെ ഗവർണർ ആരാണ്, കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്, ഇന്ത്യൻ ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്, നിലവിലത്തെ പ്രസിഡന്റ് ആരാണ്, നിലവിലത്തെ ഗവർണർ, കേരളത്തിന്റെ ഗവർണർ ആരാണ്. അത്തരത്തിലുള്ള നിരന്തരമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം. അതിനോടൊപ്പം കുറച്ചധികം അപ്പോയിന്റ്മെന്റ്സ് പഠിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തേത് പ്രധാനപ്പെട്ട ദിനങ്ങളാണ്. അതായത് ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളും അതിന്റെ പ്രത്യേകതകളും ആ ദിവസത്തിന്റെ തീം എന്താണ് എന്നുള്ളതും ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്തൊരു ടോപ്പിക്കാണ്. അപ്പൊ രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് പ്രധാനപ്പെട്ട ദിനങ്ങൾ മനസ്സിലാക്കുക. മനുഷ്യാവകാശ ദിനം എന്താണ്, ജലദിനം എന്താണ്, മണ്ണ് ദിനം എന്താണ്, നിരന്തരമായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പദം തീയ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനോടൊപ്പം തന്നെ അതിന്റെ തീമും കൂടി പഠിച്ചു വെക്കുന്നത് വളരെ ആവശ്യമാണ്. മൂന്നാമത്തെ ടോപ്പിക്കാണ് സിനിമയുമായി ബന്ധപ്പെട്ട, കലയുമായി ബന്ധപ്പെട്ട, സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അതായത് സിനിമയും തിരക്കഥകളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇതിന്റെ തിരക്കഥ എഴുതിയത് ആര് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും അവാർഡുകളുമായി ബന്ധപ്പെട്ടൊക്കെ നിരന്തരമായിട്ട് സാഹിത്യ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അവിടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, എഴുത്തുകാരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അതേപോലെ തന്നെയാണ് എഴുത്തുകാരെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, കഥാപാത്രങ്ങൾ. ഇത് നിരന്തരമായി ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സിനിമാ മേഖലയിലെ അവാർഡുകൾ ചോദ്യമായിട്ട് വരാറുണ്ട്, പുരസ്കാരങ്ങൾ ചോദ്യമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് ആ ഭാഗം വ്യക്തമായി ക്ലിയർ ആയി പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം. ഒരുപാട് ചോദ്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. മറ്റൊന്നാണ് കേരളത്തിലെ മന്ത്രിസഭ. ഇതിനോടൊപ്പം തന്നെ ഇന്ത്യൻ മന്ത്രിസഭ കൂടി പഠിക്കുന്നത് വളരെ ആവശ്യമാണ്. കേരള മന്ത്രിസഭയിൽ നിന്ന് ചോദ്യങ്ങൾ കൂടുതലാണ്. കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്, കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ് ചോദ്യമാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട രാജ്യത്തിന്റെ ധനകാര്യ വകുപ്പിന്റെ മന്ത്രി ആരാണ്, രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാനപ്പെട്ട മന്ത്രിമാരെ ഒന്ന് പഠിച്ചു വെക്കേണ്ടത് ആവശ്യമാണ്. അഞ്ചാമത്തെ ടോപ്പിക്കാണ് പുരസ്കാരങ്ങൾ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പുരസ്കാരങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ അവിടെ സാഹിത്യ മേഖലയിലെ പുരസ്കാരം ചോദിക്കാം, അതിനോടൊപ്പം തന്നെ സിനിമാ മേഖലയിലെ പുരസ്കാരം ചോദിക്കാം, അതേപോലെ കായിക മേഖലയിലെ പുരസ്കാരം ചോദിക്കാം, കലാമേഖലയിലെ പുരസ്കാരം ചോദിക്കാം. അത്തരത്തിൽ നിരന്തരമായിട്ട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ, നിലവിൽ വന്ന ഫിലിം അവാർഡ്സ് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതാണ് ആദ്യ 5 ടോപ്പിക്ക്. അടുത്തതാണ് ഇന്ത്യയും അതിന്റെ അതിർത്തികളും. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ ദൈർഘ്യം പങ്കിടുന്ന രാജ്യം, അയൽ രാജ്യം ഏതാണ്, അല്ലെങ്കിൽ നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്. ധാരാളം ചോദ്യങ്ങൾ അത്തരത്തിൽ വരാറുണ്ട്. അപ്പൊ ഇന്ത്യയും അയൽ രാജ്യങ്ങളും അതിർത്തി പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം നിരന്തരമാണ് ചോദിക്കാം. അപ്പൊ അത് പഠിച്ചു വെക്കുക. ഉത്തരപർവ്വത മേഖല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. ഉത്തരപർവ്വത മേഖല ഹിമാലയവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ട്രാൻസ് ഹിമാലയവുമായി ബന്ധപ്പെട്ട, കാരക്കോറവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിരന്തര ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് ഉത്തരപർവ്വത മേഖല ഒഴിച്ചുകൂടാനാവാതെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. മറ്റൊന്ന് ഇന്ത്യൻ നദികളുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ കേരള നദികൾ നിർബന്ധമായും പഠിക്കണം. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കേരള നദികളിൽ നിന്നാണ്. അത് ഞാൻ താഴെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എന്നാലും ഒന്ന് കയറി പറയുകയാണ്.
ഇന്ത്യൻ നദികൾ പഠിക്കുന്നതിനോടൊപ്പം കേരള നദികൾ പഠിക്കാം. ഇന്ത്യൻ നദികളിൽ നിന്ന് ചോദ്യങ്ങൾ ഒരു പക്ഷേ കുറവാണ്, സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വന്നേക്കാം. പക്ഷേ കേരളത്തിലെ നദികൾ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറയുന്നതാണ്. മറ്റൊന്ന് ഉപദ്വീപീയ നദികളാണ്. ഉപദ്വീപീയ നദികളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ. നമ്മുടെ ഗോദാവരി പോലെയുള്ള, കൃഷ്ണ പോലെയുള്ള, കാവേരി പോലെയുള്ള ഉപദ്വീപീയ നദികളിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഈ പറയുന്ന നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റുവിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടി എന്ത് ചെയ്തേക്കുക, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ദേശീയ ജലപാതകൾ. അതായത് MW1, NW2, NW3 എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ജലപാതകളുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇപ്പം വളരെ പ്രസക്തമായിട്ടുള്ളൊരു ഭാഗമാണ് ഈ ജലപാതകൾ. അപ്പൊ ജലപാതകളിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. മിക്കവാറും ചോദ്യ പേപ്പറുകൾ ഒരു ചോദ്യം ജലപാതകളിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ ഒരു ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലാക്കണം. അതേപോലെ ആണവോർജ നിലയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അല്ലെ. എല്ലാ പരീക്ഷാ പേപ്പറുകളിലും ആണവോർജ നിലയങ്ങളിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മറ്റൊന്നാണ് പത്രപ്രവർത്തനം. ഇന്ത്യയിലെ ആദ്യ പത്രം ഏതാണ്? കേരളത്തിലെ ആദ്യ പത്രം ഏതാണ് അല്ലേ? ആദ്യ മാസിക ഏതാണ്? അതേപോലെയുള്ള ചോദ്യങ്ങളോടൊപ്പം തന്നെ നവോത്ഥാന മാറ്റങ്ങൾ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട പത്രങ്ങൾ കൂടി ചോദിക്കാറുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നല്ല പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. ട്രിഡന്റ് ബാച്ച് എന്നാണ് പേര്. അപ്പൊ ഈ സൂപ്പർ നോട്ട്സിന്റെ ട്രിഡന്റ് ബാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ ടോപ്പിക്കുകളൊക്കെ ക്ലാസ്സുകൾ കിട്ടി പഠിച്ചു പോകുന്നതായിരിക്കും കേട്ടോ. മറ്റൊന്ന് വിളകൾ, കാർഷിക കാലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. റാബിയെ പറ്റി പഠിക്കേണ്ടി വരും, ഖാരിഫിനെ പറ്റി പഠിക്കേണ്ടി വരും, സൈദിനെ പറ്റി പഠിക്കേണ്ടി വരും, അവിടുത്തെ പ്രധാനപ്പെട്ട വിളകളെ പറ്റി പഠിക്കേണ്ടി വരും. അപ്പൊ വിളകളും കാർഷിക കാലങ്ങളും പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന് ഇന്ത്യൻ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. അതിനോടൊപ്പം തന്നെ കേരള സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പഠിക്കണം. ഇന്ത്യൻ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ കേരള സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പഠിക്കണം. അവിടെ നിന്ന് നിരന്തരമായ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് പഠിക്കുക. ബ്രഹ്മസമാജം എന്താണ്, അതേപോലെ ശ്രീരാമകൃഷ്ണ മിഷൻ എന്താണ്, അതേപോലെ തന്നെയാണ് കേരളത്തിലേക്ക് വരുമ്പോൾ NSS എന്താണ്, അതേപോലെ SNDP പഠിക്കേണ്ടി വരും. അപ്പൊ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രസ്ഥാനങ്ങൾ പഠിച്ചു വെക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അവിടെ തന്നെ 1857മായി ബന്ധപ്പെട്ട നിരന്തരം ചോദ്യങ്ങളുണ്ട്, പഠിക്കേണ്ടി വരും. അതേപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, പ്രധാനപ്പെട്ട സമരങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത് INCയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. 1917 മഹാത്മാഗാന്ധി തന്റെ സമരങ്ങൾ, ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിക്കുന്നത് തുടങ്ങി. 1918 ഖേദ സമരം, അഹമ്മദാബാദ് തുണിമിൽ സമരം, 1920 നിസ്സഹകരണ പ്രസ്ഥാനം, 1923 സ്വരാജ് പാർട്ടി ഉണ്ടാകുന്നത് അല്ലെ. അതിനെ തുടർന്ന് 1930 നിയമലംഘന പ്രസ്ഥാനം ഉണ്ടാകുന്നു, വട്ടമേശ സമ്മേളനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ. 1942 ക്വിറ്റ് ഇന്ത്യ സമരം ഉണ്ടാകുന്നുണ്ട്, ക്യാബിനറ്റ് മിഷൻ വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നിരന്തരമായി ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അടങ്ങുന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. അതുകൊണ്ട് ആ ഭാഗം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഒന്നിലധികം ചോദ്യങ്ങൾ അവിടെ നിന്ന് വരാൻ സാധ്യത കൂടുതലാണ്. മറ്റൊരു ടോപ്പിക്കാണ് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. ഞാൻ പറഞ്ഞു 1915 തുടങ്ങി. മഹാത്മാഗാന്ധി 1915 ജനുവരി മാസം 9 പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നതിൽ തുടങ്ങി ഇങ്ങോട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് 1948 വരെയും പിൻകാലത്തും ചോദ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും സ്കിപ്പ് ചെയ്യരുത്. സ്വാതന്ത്ര്യ അനന്തര കാലഘട്ടത്തെ കുറിച്ച് പഠിക്കണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാന പുനഃസംഘടനാ മിഷൻ, അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഫസൽ അലി കമ്മീഷൻ പഠിക്കണം. മനുഷ്യാവകാശ കമ്മീഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. മനുഷ്യാവകാശ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഭരണഘടനാ ഭേദഗതി, അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് 42, 44 ഈ രണ്ട് ഭേദഗതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞിട്ടില്ല. 52, 86. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് 91, 73, 74, 100 തൊട്ട് 106 വരെ. ഈ ടോപ്പിക്കുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ പഠിക്കുക. മൗലിക അവകാശങ്ങൾ, 6 മൗലിക അവകാശങ്ങൾ നിലവിലുണ്ട്. മൗലിക അവകാശങ്ങളും അതിന്റെ സബ് ടോപ്പിക്കുകൾ നിർബന്ധമായും പഠിക്കണം. വിവരാവകാശ നിയമം 2005 നിർബന്ധമായും പഠിക്കണം. ദേശീയ ഗീതം, ഗാനം, പതാക, ചിഹ്നം എത്ര പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. ദേശീയ ഗാനം സ്ഥിരം ചോദ്യമല്ലേ, ദേശീയ ഗീതം സ്ഥിരം ചോദ്യമല്ലേ, ദേശീയ പതാക എത്രയോ തവണ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. അതേപോലെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക്. കേരളത്തിലെ കായലുകൾ സ്കിപ്പ് ചെയ്യാൻ പറ്റുവാണ്. 10th ലെവൽ പരീക്ഷകൾക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത മറ്റൊരു ടോപ്പിക്കാണ് കേരളത്തിലെ കായലുകൾ. കേരളത്തിലെ നദികൾ, ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ നദികൾ പഠിക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ നദികളും. കാരണം കേരളത്തിലെ 44 നദികളെ പറ്റി പഠിക്കാനുണ്ട്. പക്ഷെ ചോദ്യങ്ങൾ
ഒരു പരീക്ഷാ പേപ്പറിൽ തന്നെ ഒന്നിലധികം ചോദ്യങ്ങൾ കണ്ടേക്കാം. അത്തരം വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കേരളത്തിലെ നദികൾ. അതിൽ തന്നെ പമ്പയായിക്കോട്ടെ, പെരിയാർ ആയിക്കോട്ടെ, ഭാരതപ്പുഴ ആയിക്കോട്ടെ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത 26ാമത്തെ ടോപ്പിക്ക് നോക്കിയാണ് കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ. കേരളത്തിന്റെ തെക്കുവടക്ക് ദൂരം ഉൾപ്പെടെ, കേരളത്തിന്റെ അക്ഷാംശ രേഖാംശ വ്യാപ്തി ഉൾപ്പെടെ, കേരളത്തിന്റെ ദൈർഘ്യം ഉൾപ്പെടെ, തീരദേശ ദൈർഘ്യം ഉൾപ്പെടെ, കേരളത്തിലെ ജില്ലകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടെ സ്ഥിര സാന്നിധ്യമാണ്. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എങ്ങനെ നമുക്ക് ഒഴിച്ചു വെച്ച് പഠിക്കാൻ പറ്റും? കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട, പ്രക്ഷോഭകരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. കേരളത്തിലെ വിവിധ കലാപങ്ങൾ 1921 മാപ്പിള കലാപത്തിൽ തുടങ്ങി അതിന് മുമ്പുണ്ടായിരുന്ന കലാപങ്ങൾ ഉൾപ്പെടെ, കുറിച്യ കലാപം ഉൾപ്പെടെ, 1812 കുറിച്യ കലാപം ഉൾപ്പെടെ, 1721 കലാപം ഉൾപ്പെടെ, ഇങ്ങോട്ട് ധാരാളം കലാപങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. വൈറ്റമിനുകൾ 1 മാർക്ക് ഉറപ്പിക്കാൻ, ഏത് ബയോളജിയുള്ള പരീക്ഷയിലും 1 മാർക്ക് ഉറപ്പിക്കാനുള്ള ടോപ്പിക്കാണ് വൈറ്റമിനും അതിന്റെ ശാസ്ത്രീയ നാമവും അപര്യാപ്ത രോഗങ്ങളും പഠിച്ചു വെക്കുക. അസ്ഥി വ്യവസ്ഥ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്ക്. എത്ര അസ്ഥികൾ, അതിൽ തുടങ്ങിയുള്ള എല്ലാ ചോദ്യങ്ങളും പ്രസക്തമാണ്. അസ്ഥി വ്യവസ്ഥ ചോദ്യമാണ്. രോഗങ്ങൾ, രോഗകാരികൾ ഞാൻ പറയേണ്ടതില്ല. രക്തവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, പീരിയോഡിക് ടേബിള്, അടിസ്ഥാന അളവുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. മലബാർ കോൺഗ്രസ് സമ്മേളനം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് മലബാർ കോൺഗ്രസ് സമ്മേളനം. നിവർത്തന പ്രക്ഷോഭം ചോദ്യമാണ്. ശ്രീനാരായണ ഗുരു പഠിക്കുമ്പോൾ തന്നെ ചട്ടമ്പി സ്വാമികൾ പഠിക്കണം. ചട്ടമ്പി സ്വാമികൾ അത് പഠിക്കുമ്പോൾ തന്നെ അയ്യങ്കാളി പഠിക്കണ്ടേ? അയ്യങ്കാളി പഠിക്കണം. അതേപോലെ തന്നെയാണ് നമ്മുടെ പൊയ്കയിൽ യോഹന്നാൻ പഠിച്ചു വെക്കണം. ശ്രീ കുമാര ഗുരുദേവൻ അല്ലേ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്ഥിരമാണ്. അപ്പൊ ഈ പറയുന്ന ആളുകളെ നന്നായിട്ട് മനസ്സിലാക്കുക. വാതകങ്ങളും അവയുടെ പ്രത്യേകതയും, നൊബേൽ സമ്മാനം 2025 പ്രഖ്യാപിച്ച നൊബേൽ സമ്മാനം, പ്രധാന വർഷങ്ങളും പ്രത്യേകതകളും. ഏതായി വർഷങ്ങൾ? ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വരുന്ന വർഷങ്ങൾ. ഹിസ്റ്ററി ഉദാഹരണമായി 1885 INC ഫോം ചെയ്ത് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ 1906 അല്ലെങ്കിൽ 7 സൂററ്റ് പിളർപ്പ് പഠിച്ചു വെക്കുക. 1915 മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. 1932 മക്ഡൊണാൾഡിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നത് പഠിച്ചു വെക്കണം അല്ലെ? റാംസെ മക്ഡൊണാൾഡിന്റെ ഈ പറയുന്ന വോട്ടവകാശവുമായി ബന്ധപ്പെട്ടല്ലേ അത്തരത്തിലുള്ളൊരു സംവരണം, പ്രത്യേക സംവരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അതേപോലെ 1942 ക്വിറ്റ് ഇന്ത്യ സമരമുണ്ട്. 1950 പ്ലാനിംഗ് കമ്മീഷൻ. ഇതൊക്കെ എന്താണ്? വർഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് വർഷങ്ങൾ മുഴുവൻ എഴുതി വെച്ച് പഠിച്ചേ ഒരു രീതിയിൽ നിങ്ങൾ മറക്കത്തില്ല. പ്രധാനപ്പെട്ട ഉച്ചകോടികൾ, കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക്. ISRO ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക്. ISROയുടെ മിഷൻസ് ഒക്കെ പഠിക്കണം. ദേശീയോദ്യാനങ്ങൾ, മൗലിക ചുമതലകൾ, ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക് തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ്, ഡാമുകൾ, ആസ്ഥാനങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നമ്മുടെ INC വനിതകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ആനിമസ്ക്രിനെ പോലെയുള്ള വനിതകളുമായി ബന്ധപ്പെട്ട ആനി ബസന്റിനെ പോലെയുള്ള ആളുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ ചോദ്യമാണ്, പഠിച്ചു വെക്കണം. അപ്പൊ ഇത്തരത്തിൽ 50 ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞു. ഈ 50 ടോപ്പിക്കുകളിൽ നിന്നായിട്ട് ഒരു ചോദ്യ പേപ്പറിൽ നിലവാരം പുലർത്തിയ നിരവധി ചോദ്യങ്ങൾ പലതവണകളായി വന്നിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും നിങ്ങൾ ഈ 50 ടോപ്പിക്കുകൾ സ്കിപ്പ് ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അവിടെ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കുകൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കേണ്ടതായിട്ടുണ്ട്. സമയത്തെ ആ രീതിയിൽ നിങ്ങൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ മറ്റുള്ളവ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ടോപ്പിക്കുകൾ കൂടെ പഠിച്ചു പോയാൽ ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആധികാരികമായ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അടിപൊളിയായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, കുറച്ചുകൂടി നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ട്രിഡന്റ് ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ്. ട്രിഡന്റ് ബാച്ചിന്റെ പ്രത്യേകത ഏതാണ്ട് 300 മണിക്കൂറിലധികം 300+ അവേഴ്സിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതായത് ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു മിനിറ്റ് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഏതാണ്ട് 100+ അവേഴ്സിന്റെ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഉണ്ട്. മാക്സിമം ചോദ്യങ്ങൾ, പരമാവധി ചോദ്യങ്ങൾ നമുക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാം. കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്കൊരു ലൈവ് ആയിട്ടുള്ള മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും. മെന്റർഷിപ്പ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു മെന്റർ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കാണും. അപ്പോൾ മോട്ടിവേഷൻ സെഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരിക. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ കിട്ടാൻ പോവുകയാണ്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാം. അതിനായിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തോടാ. സൂപ്പർ നോട്ട്സ് എന്നാണ് ആപ്പിന്റെ പേര്. ഡൗൺലോഡ് ചെയ്ത് നേരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാ. ഇനി അതുമല്ല എങ്കിൽ
8281223366 ഈ നമ്പറിലോട്ട് വിളിച്ചോടാം. എന്താന്ന് വെച്ചാൽ ചെയ്തോ, പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തോ. നമുക്ക് ബാച്ചിൽ കാണാം.